Hello friends, welcome back to another കുട്ടി വീഡിയോ. ഞാനൊരു ചെറിയൊരു കുഞ്ഞി വീഡിയോ ആയിട്ട് വന്നേക്കണേ. ഞാനൊരു ചെറിയൊരു പോണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. പോണ്ടല്ല, കുറച്ച് ചെടിയും കുറച്ച് ഷ്രിമ്പിനെയും കുറച്ച് ഗപ്പികളൊക്കെ വളർത്തും. എൻ്റെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടവർക്കറിയാം, എനിക്ക് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ ആദ്യമായിട്ടുണ്ടാവണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നെൻ്റെ വാൾമാർട്ടിൽ 20% ഓഫ് ഡേ ആയിരുന്നു. സോ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാവേ. സോ ഒരു ഹാങ് ഓൺ ബാക്ക് ഫിൽറ്റർ ഞാൻ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഡ്രിഫ്റ്റ് വുഡ്. ഇത് ബെലവിന്ന് അവിടെ ഒരു പാർക്ക് ചെയ്ത് പോയി കളക്ട് ചെയ്തതാണ്, പോയിട്ട് കിട്ടിയത്. പിന്നെ 2 പാക്ക് ഗ്രാവൽ. പിന്നെ ഡബോ ഞാൻ ഇവിടെ പോണ്ടായിട്ട് ഉപയോഗിച്ചാൽ ഈ ടബ് പോലത്തെ സാധനം എടുത്തിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടേക്കണേ. ഇത് ചുമ്മാ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അപ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ ചെടിയുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ സോൾ അതിനുള്ളിൽ വേറെ നാട്ടൊക്കെ ഉണ്ട്. ഇത് ഞാനൊരു ഇവിടെ മറ്റേ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പുള്ളിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ ഞാൻ സാധനം വാങ്ങിച്ചാൽ പുള്ളി കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ചെറിയ ചെറിയ ക്രിപ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴത്തിൻ്റെ ആമസോൺ ഷോർട്സൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതേ ഇവിടെ ഈ ലൈറ്റിൻ്റെ താഴത്തായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. ചെടിയൊക്കെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണേ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. സോ ഗൈസ്, ഫസ്റ്റ് ലെയറായിട്ട് ഞങ്ങൾക്കൊരു 3/4 ഇഞ്ച് 1 ഇഞ്ച് കരത്തിൽ നോർമൽ കോട്ടിങ് സോയിലില്ല, വിത്തൗട്ട് മറ്റേ നമ്മുടെ വളങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ സോയിലാണ് ഒരു 1 ഇഞ്ച് കനത്തിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി ഗ്രാവൽ അതൊന്ന് പൊങ്ങി പോരാണ്ടിരിക്കാൻ. ഗൈസ്, പണിപാളി വാങ്ങിച്ച ഗ്രാവൽ തികഞ്ഞില്ല. സോ താൽക്കാലികമായി ഞാൻ ഈ വീഡിയോയുടെ നിർത്തിയിരിക്കുന്നു. നാളെ പോയി ഗ്രാവൽ ഞാൻ വേറെ 2 ബാഗോളം വാങ്ങിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ കടയിൽ പോയി, സാധനം കിട്ടിയില്ല. വാൾമാർട്ടിൽ ഗ്രാവൽ ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. സോ പണിയായി. പെറ്റ്സ്മാർട്ടിൽ പോയി നോക്കി, എനിക്ക് കുറച്ച് മതിയായിരുന്നു. ഒരു 1-2 കിലോ മതി. അവിടെ ഉള്ളത് 8 കിലോയുടെ 10 കിലോയുടെ ബാഗ്. അതിനാണെങ്കിൽ $40-40. സോ കാശില്ല ഗൈസ്, കാശില്ല. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ ചെയ്തു. എൻ്റെ കയ്യിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ച് മണലിരിക്കണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുന്ന അക്വേറിയത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള ഗ്രാവൽ മൊത്തം ഒന്ന് പൊക്കി. അപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ ആ താഴത്തെ അക്വേറിയം മാറ്റാതെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതുമായി ഇതുമായി. സോ ഇറ്റ്സ് എ വിൻ വിൻ. സോ ഇറ്റ്സ് ഫൈൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ വീണ്ടും മാറ്റിയിട്ട് പെട്ടെന്ന് പരിപാടി ചെയ്തിട്ടെ. ഓക്കെ അപ്പോൾ ചെടിയും കല്ലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചെടിയൊന്നും കാണാൻ പോലും പറ്റണത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2-3 നട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് പൊങ്ങി വരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് കല്ല് വെച്ച് ഇങ്ങനെ വെച്ചേക്കണേ. പിന്നെ 2 അവിടെ ഉണ്ട്. അത് ഞാൻ ഇവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. സോ വെള്ളം ഒഴിച്ച് നോക്കാം, എന്ത് സംഭവിക്കണം നോക്കാം. ഗൈസ്, മൊത്തം ഡിസാസ്റ്ററാണ്. അയ്യോ നോക്കൂ, അവിടെ കാണുന്നുള്ളത് മരം പൊങ്ങി വന്നു, ഫിൽറ്റർ വർക്കാനുള്ള മൊത്തത്തിൽ. അയ്യോ, ഞാനത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് വർക്കായി ഗൈസ്. എൻ്റെ പോയിട്ടോ മരവും ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനം പൊങ്ങത്തില്ല, അനങ്ങി കഴിഞ്ഞാൽ പോകും. ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ സാധനം അവിടെ ഇരുന്നോളും. അതുകൊണ്ടൊരു സമാധാനം. ഫിൽറ്ററിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല.
ഒരു 5 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റേ എയറൊക്കെ മൊത്തം ഇത്തിരി പവർ കുറവാന്ന് തോന്നുന്നു മോട്ടറിന്. ഇത് 20 ഗാലനാണ്. അതിൻ്റെ കണ്ട് ഫിൽറ്റർ ഒന്നും ഇത് അതിൽ കൂടുതലുണ്ട്. ഇതും കണ്ട് 30 ഗാലൻ ടബ്ബാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പവർ വരാൻ ചാൻസ് ഇല്ലല്ലോ. സോറി, മൈ മിസ്റ്റേക്ക്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് 2 മിനിറ്റ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഫിൽറ്റർ തന്നെ വർക്കായി, ഹാങ് ഓൺ ബാക്ക് തന്നെ വർക്കായി. അപ്പം മീൻ എന്തായാലും ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നമ്മുടെ അസോളയും വേറെ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. അയ്യോ, മറ്റേ നമ്മുടെ കോളിഫ്ലവറില്ലേ, ഇനി എന്തിട്ട് പറഞ്ഞേ, വാട്ടർ കോളിഫ്ലവർ, അങ്ങനെ എന്തോ. ഞങ്ങളെന്തായാലും നാട്ടിൽ ആഫ്രിക്കൻ ബാൻ കളിക്കാറ്, ഇവിടെ വേറെ എന്തൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ കുറച്ച് റെഡ് റൂട്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഈ നാട്ടിലെ സാധനം ഞാൻ എൻ്റെ ഉണ്ടാകുന്നു, പക്ഷേ ഇത് ചെറുതാണ്, വലിയ കാര്യമായിട്ടില്ല. ഇതൊക്കെ എനിക്ക് അതിൻ്റെ ഒപ്പം പുള്ളി മറ്റേ വാങ്ങിച്ച് പുള്ളി ഫ്രീ ആയിട്ടാണ്. സോ മീൻ എന്തായാലും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ടാപ്പ് വാട്ടർ കണ്ടീഷണറാണ്, അതും ആഡ് ചെയ്ത് നേരത്തെ ആഡ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി, സോറി. പിന്നെ ഉള്ളത് നമ്മുടെ അക്വേറിയം സ്റ്റാർട്ടേഴ്സ് ഇല്ലേ, ബെനഫിഷ്യൽ ബാക്ടീരിയ. സോ ഞാൻ എന്തായാലും 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒന്നും സൈക്കിള് ചെയ്യുന്നില്ല ടാങ്ക്. നേരെ നാട്ടിൽ ഈ സാധനത്തിന് കൊടുക്കത്ത വില ഞാൻ ഇത് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ വന്ന പിന്നെ സാധനത്തിന് വലിയ വിലയില്ല. വിലയുണ്ടെങ്കിൽ വിലയുണ്ട്, $10-15 കിട്ടും, പക്ഷെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ വന്ന പിന്നെയുള്ള ഗുണം അതാ, അത് ആഡ് ചെയ്തു. സോ എന്നാലും ഒരു 3-4 ദിവസം വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് ഈ പ്ലാന്റൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് ഞാൻ ഫിഷിനെ ആഡ് ചെയ്യണുള്ളൂ, മീനെ ആഡ് ചെയ്യണുള്ളൂ. ആഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് കെപ്പി കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ ഉള്ള കെപ്പികൾ ഇതിനകത്തേക്ക് മാറാം. അപ്പോൾ പിന്നെ കുറച്ച് ഷ്രിമ്പിനെ ഞാൻ ഫ്യൂച്ചറിലേക്ക് വാങ്ങിക്കുന്നുണ്ട്. ഇത് വാങ്ങിക്കുമ്പോൾ ആഡ് ചെയ്യാൻ വെച്ചാൽ. സോ ഗൈസ്, സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് വെള്ളമൊക്കെ സെറ്റിലായി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞുള്ള സംഭവം കഴിക്കാം. ഓക്കെ, സോ സീ യു ആഫ്റ്റർ 3-4, let's give it a 4 days. Okay, see you after 4 days. Bye. അപ്പോൾ 3 ദിവസം കഴിഞ്ഞു ഗൈസ്, പോണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഗപ്പി കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചേക്കണം. ഗപ്പി കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്തുണ്ട്, കാണുമ്പോൾ ഒരു 15 ഉണ്ട്, കണ്ടോ, ഓടി നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതുങ്ങളൊക്കെ ഇന്ന് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ എല്ലാത്തിനും പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിടിച്ചു കഴിഞ്ഞു, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്കിതിനെ പോണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അയ്യോ, ഞാൻ പോണ്ട് കാണിച്ചു തരാം. വെയിറ്റേ, പോണ്ട് നല്ല സെറ്റായി. മറ്റേ ഡ്രിഫ്റ്റ്വുഡിൻ്റെ കളറൊക്കെ ഇറങ്ങി, ഐ മീൻ ടാനൊക്കെ ഇറങ്ങി, അത്യാവശ്യം നല്ല ചെറിയൊരു ടാൻ കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല സെറ്റായി, കുഴപ്പമൊന്നുമില്ല. അത് വേണമെങ്കിൽ ടബിൽ ഇനി എന്തെങ്കിലും സെറ്റ് ടെമ്പററി ആയിട്ട് ചുമ്മാ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാൾമാർട്ട് നമ്മളെ ചതിച്ചില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടബ് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോ ഇനി കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യാം. ഓക്കെ, എല്ലാ കുഞ്ഞുങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കാണാൻ ഇവിടെ 2 ദിവസങ്ങളുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഐ മീൻ മൊത്തത്തിലാണെങ്കിലും എല്ലാ കാര്യം കൊണ്ടും ഭംഗിയായിട്ട് തന്നെ ഇരിക്കണം, സീനൊന്നുമില്ല. പിന്നെ അത് വെക്കാത്ത സാധനം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹീറ്റർ വെച്ചിട്ടില്ല. അതിപ്പോൾ സമ്മർ വേണ്ട, നല്ല ചൂടാണ് മേളം. ഇത് 3rd ഫ്ലോർ ആണല്ലോ, അപ്പോൾ നല്ല ചൂടുണ്ട്. വിൻ്ററൊക്കെ ആകുമ്പോഴേക്കും ഒരു ഹീറ്ററൊക്കെ ആണെന്ന് വെച്ചിരിക്കണം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ ഒരെണ്ണം എൻ്റെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇനി ടെമ്പറേച്ചർ അങ്ങനെ മാറുകയാണ്, എൻ്റെ പറയാൻ പറ്റത്തില്ലല്ലോ. മാറുവാണെങ്കിൽ എൻ്റെ വേറെ സ്പെയർ ഇരിപ്പുണ്ട്, അത് എത്തി വയ്ക്കും. പക്ഷെ അത് എൻ്റെ ഗ്യാലൻ കുറവാണ്. ഇത് ഓൾമോസ്റ്റ് 20 ഗാലൻ സംതിങ് ഉണ്ട്. ഇതിൽ ഇരിക്കുന്നത് 10 ഗാലൻ്റെയാണ്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു ഫോൺ സെറ്റപ്പ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടെമ്പററി സെറ്റപ്പാണ്. ഇനി അങ്ങോട്ട് കുറേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകെ എല്ലാം കാണാം. നെക്സ്റ്റ് ഞാനൊരു ചെറിയൊരു അപ്ഡേഷനെ പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ചെടികൾക്കായിട്ടുള്ളൊരു അപ്ഡേഷനാണ്. അത് നെക്സ്റ്റ് മന്തോടുകൂടി ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് നെക്സ്റ്റ് മന്തോടുകൂടി ചെയ്യാൻ പറ്റും
എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റാ.